ശീതകാല സമ്മേളനത്തിൽ വയനാടിന്റെ നീലമഞ്ഞളിനെ കുറിച്ച് പരാമർശിച്ച് പ്രിയങ്ക ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സംസാരത്തിനിടെയാണ് കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി നീലമഞ്ഞളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചത്. അതിന്റെ ഗുണങ്ങളെക്കുറിച്ചും അതെങ്ങനെ തന്റെ ദിനചര്യയുടെ ഭാഗമായി മാറിയെന്നതിനെക്കുറിച്ചും പ്രിയങ്ക വിശദീകരിക്കുന്നു. എല്ലാ ദിവസവും നീലമഞ്ഞൾ കഴിക്കാറുണ്ടെന്നാണ് പ്രിയങ്ക ഗാന്ധി വെളിപ്പെടുത്തിയത്. മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കാനും തൊണ്ടയിലെ അസ്വസ്ഥത, അലർജി എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകാനും ഇത് സഹായിക്കുമെന്ന് അവർ പറഞ്ഞു. വയനാടിന്റെ മണ്ണിൽ വളരുന്ന മഞ്ഞൾ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കറുത്ത മഞ്ഞൾ അല്ലെങ്കിൽ കുർക്കുമാസെസിയ എന്നും അറിയപ്പെടുന്ന നീലമഞ്ഞൾ സാധാരണയായി ഉപയോഗിക്കുന്ന മഞ്ഞളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിന് തവിട്ട് നിറമുള്ള പുറംഭാഗവും ഉൾഭാഗത്ത് ഒരു പ്രത്യേക നീല പർപ്പിൾ നിറവുമുണ്ട്. ഈ ഇനത്തിൽ ഉയർന്ന അളവിൽ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കർപ്പൂരത്തിന് സമാനമായ സുഗന്ധവുമുണ്ട്. വടക്ക് കിഴക്കൻ ഇന്ത്യ, കേരളത്തിലെ വയനാട്, മധ്യപ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നു. അപൂർവത കാരണം നീലമഞ്ഞൾ സാധാരണ മഞ്ഞളിനേക്കാൾ വിലയേറിയതായി കണക്കാക്കപ്പെടുന്നു. നീലമഞ്ഞളിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമുണ്ടെന്നും ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിൽ കർപ്പൂരം, ആർട്ടർമോൺ എന്നീ അവശ്യ എണ്ണകൾ തുടങ്ങിയ സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ ഘടകങ്ങൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വീക്കം കുറയ്ക്കാനും ശരീരത്തെ വിവിധ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്നു. ഇന്നത്തെ മലിനമായ അന്തരീക്ഷത്തിൽ ഇത് ശ്വാസകോശത്തെ ശക്തിപ്പെടുത്തുകയും തൊണ്ടയ്ക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നീലമഞ്ഞളിൽ ഉയർന്ന അളവിൽ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ നൽകുന്നു. ലബോറട്ടറി പഠനങ്ങൾ കാണിക്കുന്നത് ഇത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ സഹായിക്കുമെന്നാണ്. എന്നിരുന്നാലും ഇത് വൈദ്യ ചികിത്സയ്ക്ക് പകരമായി കണക്കാക്കരുതെന്നും ഒരു ഡോക്ടറെ സമീപിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ എന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പാലിലോ വെള്ളത്തിലോ 1/2 മുതൽ 1 ടീസ്പൂൺ വരെ നീലമഞ്ഞൾപ്പൊടി കലർത്തി ദിവസവും കഴിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇത് പ്രൊഫഷണൽ മെഡിക്കൽ ഉപദേശത്തിനോ രോഗനിർണയത്തിനോ ചികിത്സയ്ക്കോ പകരമാവില്ല.